റൈസ് പുള്ളർ തട്ടിപ്പിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒട്ടേറെ പേർ ചതിയിൽപ്പെട്ട സംഭവമാണിത്. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിന് പിന്നാലെ ഈ തട്ടിപ്പ് വീണ്ടും ചർച്ചയാവുകയാണ്. റൈസ് പുള്ളർ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് കോയമ്പത്തൂർ സ്വദേശി അരുണിനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. കാറിലെത്തിയ സംഘം മർദ്ദിച്ച് അവശനാക്കി പിന്നീട് ആംബുലൻസ് വിളിച്ചു വരുത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു. ആശുപത്രിയിലെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു. കേസിൽ കണ്ണൂരിലെ ഐസ് ഫാക്ടറി ഉടമയും 3 സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഒരാളെ വാഹനമിടിച്ചെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർക്ക് ഫോൺ കോൾ വന്നത്. അപകട സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന കാറിൽ 4 പേരുണ്ടായിരുന്നുവെന്നാണ് ഡ്രൈവർ പോലീസ് നൽകിയ മൊഴി. യുവാവിന്റെ ശരീരം റോഡിൽ കിടക്കുകയായിരുന്നു. വണ്ടി തട്ടിയെന്നും ഉടൻ ആശുപത്രിയിലെത്തിക്കാനും സംഘം ആവശ്യപ്പെട്ടു. കൂടെ വരാൻ ആംബുലൻസ് ഡ്രൈവർ ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നാലെ കാറിൽ വരാമെന്ന് പറഞ്ഞ സംഘം ഇടയ്ക്ക് മുങ്ങി. ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ച യുവാവിന് ജീവനുണ്ടായിരുന്നില്ലെന്ന് പരിശോധിച്ച ഡോക്ടർമാർ വ്യക്തമാക്കി. ഇയാളുടെ ദേഹത്തുടനീളം മർദ്ദനത്തിന്റെ പാടുകളുണ്ടായിരുന്നു. മൂക്കിന്റെ പാലം പൊട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോയമ്പത്തൂർ സ്വദേശി 40-കാരനായ അരുണാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായത്. അരുണിന്റെ സുഹൃത്ത് ശശാങ്കനെയും മർദ്ദനമേറ്റ നിലയിൽ പിന്നീട് പോലീസ് കണ്ടെത്തി. ശശാങ്കനാണ് മർദ്ദന വിവരം പോലീസിനോട് പറഞ്ഞത്. കണ്ണൂരിലെ ഐസ് ഫാക്ടറി ഉടമ സാദിഖ് റൈസ് പുള്ളറിനായി 10 ലക്ഷം രൂപ അരുണിന് നൽകിയിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും പണം മടക്കി നൽകിയില്ല. 2 ദിവസം മുൻപ് അരുണിനെയും സുഹൃത്ത് ശശാങ്കനെയും സാദിഖ് തൃശൂരിലേക്ക് വിളിച്ചു വരുത്തി. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയുടെ അടുത്തെത്തിയ അരുണിനെയും സുഹൃത്തിനെയും ആളൊഴിഞ്ഞ എസ്റ്റേറ്റിലെത്തിച്ച് ബന്ദികളാക്കി ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ അരുൺ കൊല്ലപ്പെട്ടു. മൃതദേഹം കാറിലാക്കി കയ്പമംഗലം ഭാഗത്തെത്തിച്ച ശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നും ശശാങ്കൻ പോലീസിനെ അറിയിച്ചു. ശശാങ്കനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സാദിഖിനും കൂട്ടാളികൾക്കും വേണ്ടി വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇറിഡിയം കോപ്പർ എന്ന ലോഹം കൊണ്ട് നിർമ്മിക്കുന്ന റൈസ് പുള്ളറിന്റെ പേരിൽ മുൻപും തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ.